ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശ്വസ്തതയെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാനുള്ള വിളിയാണ് നോമ്പുകാലം. അവിശ്വസ്തത കൊണ്ട് ജീവിതം വല്ലാണ്ട് കലുഷിതമാക്കപ്പെടുമ്പം ഉറപ്പോടുകൂടെ ഒപ്പം നിൽക്കുമെന്ന് കരുതിയവർ അറപ്പോടെ അകലത്തിലാകുന്നത് കാണുന്ന, ഏറ്റവും അടുപ്പമുണ്ട് എന്ന് കരുതുന്നവരൊക്കെ അകലെയിരുന്നു കൊണ്ട് ആഘോഷങ്ങളിലേക്ക്, എൻ്റെ സങ്കടനാളുകളിൽ മാറുന്നത് ജീവിതത്തെ നീറ്റുന്ന കാലത്ത്. അതാണ് പുതുകാലം. അവിടെ ഇങ്ങനെ വിശ്വസ്തതയോടുകൂടിയിട്ട് അവസാനം വരെയും ഒപ്പം നിൽക്കുക. വിവാഹം കഴിഞ്ഞ് അധികമാകും മുമ്പേ തൻ്റെ ജീവിത പങ്കാളി അപകടത്തിൽപ്പെട്ട് ശരീരം മുഴുവൻ തളർന്ന് കണ്ണും കഴുത്തിനു മുകളിലോട്ട് മാത്രം ചലനമുള്ളൊരു വ്യക്തിയാകുമ്പം ആളെപ്പോലും തിരിച്ചറിയുമോ എന്ന് വ്യക്തതയില്ലാതിരിക്കുമ്പോഴും ഒരു മടിയും കൂടാതെ ആ പ്രിയപ്പെട്ട മകൻ 10-26 കൊല്ലം അവളെ ഒരു കുഞ്ഞിനെ പരിപാലിക്കുന്നത് പോലെ പരിപാലിച്ചത് ഈ നാളുകളിൽ കാണാനിടയായി. അത്ഭുതമെന്നല്ലാതെ ഒന്നും പറയാനില്ല. വിട്ടുപേക്ഷിച്ച് ജീവിതത്തിൻ്റെ സുഖം തേടിപ്പോകാൻ ഒരുപിടി പ്രലോഭനങ്ങൾ ഉണ്ടായപ്പോഴും തെല്ലും അതിന് മനസ്സ് കൊടുക്കാതെ വളരെ അനുഗ്രഹത്തോടു കൂടിയിട്ട് അവൾക്കരികിൽ ആയുസ് മുഴുവനും ആയിരിക്കാൻ തീരുമാനിച്ച ഒരു മഹാത്ഭുതത്തിൻ്റെ കഥ. ഒരു മനോഹരമായ ചിത്രം പോലും നമ്മൾ കണ്ടിട്ടില്ലേ? യജമാനൻ റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പം കൂടെ പോയി, മടങ്ങി വരുമ്പം ഒപ്പം വീട്ടിലേക്ക് നടക്കുന്ന ഒരു നായയുടെ കഥ. യജമാനൻ മരിച്ചിട്ടും നിത്യേന ആ റെയിൽവേ സ്റ്റേഷനിൽ പോകാനും മടങ്ങി വരാനും യജമാനൻ്റെ വരവിനെയും കാത്ത റെയിൽവേ സ്റ്റേഷനിൽ വിശ്വസ്തതയോടുകൂടെ ആയിരിക്കാനും കഴിഞ്ഞ ഒരു നായയുടെ മനസ്സ്. നമുക്കും നോമ്പുകാലത്തെ വിശ്വസ്തതകളെ തിരികെ പിടിക്കാനുള്ള കാലമാണെന്നുള്ള അവബോധങ്ങളോടുകൂടെ ജീവിക്കാൻ തീരുമാനിക്കാം. ഈശോയെ, വിശ്വസ്തത എന്ന പുണ്യത്തെ ഗൗരവത്തിലെടുത്തു ജീവിക്കാൻ കൃപയേകണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.